കേരളത്തിന്റെ ഗതാഗത മേഖലയിലും സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലും പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സഹകരണ മേഖലയിൽ കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനിക്ക് ചിറകുമുളയ്ക്കുന്നു. കേരള സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് സഹകരണ സംഘം ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന ഈ പദ്ധതിയുടെ കീഴിൽ രൂപീകരിക്കുന്ന കമ്പനിയിലൂടെയാണ് സർവീസുകൾ നടത്തുക. പദ്ധതിയുടെ പ്രാഥമിക രജിസ്ട്രേഷൻ നടപടികൾ ഈ വരുന്ന വെള്ളിയാഴ്ചയോടെ ആരംഭിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയും വാഗ്ദാനവും ലഭിച്ചിട്ടുണ്ടെന്നും എല്ലാ നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കി വരുന്ന ഏപ്രിൽ മാസത്തോടെ ആദ്യഘട്ട സർവീസുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പദ്ധതിക്ക് മുന്നിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന പ്രമുഖ സഹകാരിയും കോഴിക്കോട് MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ CA വിജയകൃഷ്ണൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ പുതിയ കമ്പനി രൂപീകരിച്ച് വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തുന്ന ബിസിനസ് മാതൃകയാണ് പദ്ധതിക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ കോ എയർ അല്ലെങ്കിൽ കോ കേരള എന്ന പേരിലായിരിക്കും ഈ വിമാന സർവീസ് അറിയപ്പെടുക. പദ്ധതിയുടെ രൂപരേഖ വ്യക്തമാക്കിക്കൊണ്ട് വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അടുത്തിടെ സംസ്ഥാന മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചതോടെയാണ് ഔദ്യോഗിക രജിസ്ട്രേഷൻ നടപടികളിലേക്ക് സംഘാടകർ വേഗത്തിൽ കടന്നത്. സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഔദ്യോഗികമായി പൂർത്തിയായാൽ അതിന്റെ കീഴിൽ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നതിനായി സംസ്ഥാന സർക്കാരിന് അപേക്ഷ സമർപ്പിക്കും. പദ്ധതിയുടെ സാമ്പത്തിക സമാഹരണത്തിനായി സുതാര്യവും ഭദ്രവുമായ ഓഹരി പങ്കാളിത്ത മാതൃകയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ മൊത്തം ഓഹരികളുടെ 55% സഹകരണ സംഘം വഴി സമാഹരിക്കുമ്പോൾ ബാക്കി 45% ഓഹരികൾ പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 200 പ്രമുഖ സഹകരണ സംഘങ്ങളിൽ നിന്ന് 2 കോടി രൂപ വീതം ഓഹരി പങ്കാളിത്തം ഉറപ്പാക്കാൻ പദ്ധതിയിടുന്നു. ഇതുവഴി സഹകരണ മേഖലയിൽ നിന്ന് മാത്രം 400 കോടി രൂപയോളം പ്രാഥമിക മൂലധനമായി കണ്ടെത്താനാകും. സിയാൽ മോഡലിൽ കമ്പനി രൂപീകരിച്ച വിമാനങ്ങൾ പാട്ടത്തിനെടുത്താണ് സർവീസ് നടത്തുക. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 2 വിമാനങ്ങളാണ് വാടകയ്ക്കെടുക്കുന്നത്. കൊച്ചിയിലെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രമാക്കിയായിരിക്കും കമ്പനിയുടെ പ്രധാന പ്രവർത്തന ആസ്ഥാനം പ്രവർത്തിക്കുക. അവിടെ നിന്ന് കരിപ്പൂർ, കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളായ ബംഗളൂരു, കോയമ്പത്തൂർ, മംഗളൂരു, ചെന്നൈ, മധുര എന്നിവിടങ്ങളിലേക്കും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കും. കേരളത്തിനുള്ളിലെ ആഭ്യന്തര യാത്രകൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിലും അതിവേഗത്തിലും സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത. സാധാരണ യാത്രക്കാർക്ക് വലിയ ആശ്വാസമേകുന്ന ടിക്കറ്റ് നിരക്കുകളാണ് കമ്പനി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിവേഗ ട്രെയിനുകളിലെ യാത്രാ നിരക്കിന് സമാനമായ തുകയിൽ പൊതുജനങ്ങൾക്ക് കോ കേരള യാത്ര ചെയ്യാനാകും. ഇതിനു പുറമെ വിമാനത്തിലെ ഒഴിവുള്ള സീറ്റുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി പ്രത്യേക ഇളവുകളും അവതരിപ്പിക്കുന്നുണ്ട്. സർവീസ് ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് വരെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അതിശയകരമായ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്ന സംവിധാനവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. യാത്രാ സർവീസുകൾക്ക് പുറമെ പൊതുജന ആരോഗ്യത്തിനും അടിയന്തര രക്ഷാ പ്രവർത്തനങ്ങൾക്കുമായി ചെറുവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, എയർ ആംബുലൻസ് എന്നിവയും പാട്ടത്തിനെടുക്കും. സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും പോലീസ്, അഗ്നിരക്ഷാ സേന തുടങ്ങിയ അടിയന്തര സേനാ വിഭാഗങ്ങൾക്കും അപകടങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ എയർ ആംബുലൻസ് സർവീസുകൾ ഉടനടി ഉപയോഗപ്പെടുത്താനാകുമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. CN വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനെ കണ്ട് സംസാരിക്കുകയും പദ്ധതി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും പദ്ധതിയുടെ തികച്ചും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കൂടാതെ വ്യോമയാന മേഖലയിലെ തൊഴിൽ സാധ്യതകൾ മലയാളി യുവാക്കൾക്ക് ലഭ്യമാക്കുന്നതിനായി ഈ കമ്പനിയുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ചുരുക്കത്തിൽ കുറഞ്ഞ നിരക്കിൽ ആഭ്യന്തര വിമാനയാത്ര യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുക മാത്രമല്ല, സഹകരണ മേഖലയുടെ ചരിത്രത്തിൽ തന്നെ ഇതൊരു പുതിയ വിപ്ലവമായി മാറും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.